ഹായ് നമസ്കാരമുണ്ട്. നമ്മുടെ എയർപോർട്ട് ഗാർഡനിലാണ്. ഇവിടുത്തെ ഒട്ടനവധി വിദേശ വെറൈറ്റികൾ നമുക്ക് ഈ വർഷം കാഴ്ചിട്ടുണ്ട്. അതിൽ പെടുന്ന പിങ്കോവൻ എന്ന് പറഞ്ഞ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല കളറാണ് പിങ്കോവൻ. കണ്ട ഇതിൻ്റെയൊക്കെ ഒരു കളർ നോക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ട് പുഴുക്കേട് കാണുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പൗഡർ കോട്ടിംഗ് ഉണ്ട്. ഞാൻ മിക്കവാറും നമ്മുടെ കാലപ്പാടിയുടെ കാര്യത്തിലൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. ഈ പൗഡർ കോട്ടിംഗ് ഉള്ള മാങ്ങയല്ലേ ഇങ്ങനെ ഒരു രീതിയിലുണ്ട് ഒരു പൗഡറിൻ്റെ. ഇതിൽ കാര്യമായിട്ട് കാഴ്ചയുടെ അറ്റാക്ക് കുറവാണ് ഈ മാങ്ങയിൽ. മാത്രമല്ല തൊലിക്ക് കട്ടി തോന്നുന്നത്, തൊലിക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച ആ രീതിയിലും ഇതിനെ ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കവർ ഇട്ട് ഇത് മാത്രമല്ല, ഇത് കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കളറ് കിട്ടില്ല. നമുക്ക് കളറാണല്ലോ മാങ്ങയുടെ. നമ്മളിതിന് കവർ ചെയ്തിട്ട് ഒരു യെല്ലോ കളറാണ് ഇത് വരിക ഏത് മാങ്ങയും. ഇതിന്റെ ശരിക്കുള്ള കളർ കിട്ടൂല, ഇത് ശരിക്കുള്ള കളറില്ല. അതുകൊണ്ട് ഇത് കവർ ഇടാതെ തന്നെ നമുക്ക് പുഴുക്കേടില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കുത്തിയാലും ഏൽക്കില്ല. അതുകൊണ്ട് നമുക്കിത് കവർ ഇടാതെ വളർത്താൻ പറ്റിയൊരു മാങ്ങയാണ് പിങ്കോവൻ. ഇത് വന്ന് ഈ നമുക്കിപ്പോൾ താരായൊരു മാവാണ് ഇത്. മറ്റേ റെഡ് ഐവറി എല്ലാ രീതിയിലും നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു മാങ്ങയാണ്. നന്നായിട്ട് കായ പിടിച്ചിട്ട് നല്ല കളറാണ്. ഇതിൻ്റെ ഭംഗി, ഇതിൻ്റെ ഷേപ്പ് എല്ലാം ഉണ്ട്. അത്യാവശ്യം കഴിക്കാനുള്ള ഒരു മധുരമുണ്ട്. പിന്നെ നല്ല ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല മാങ്ങയാണ് റെഡ് ഐവറി മാംഗോ. ഇപ്രാവശ്യം നമുക്ക് നന്നായിട്ട് കായ പിടിച്ചിട്ടും കായ്ച്ചിട്ടുണ്ട് കേട്ടോ റെഡ് ഐവറി മാംഗോ. കാരണം വേറെ നമ്മളെ വീട്ടിലും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിലും കായ്ച്ചിട്ടുണ്ട്. ഇതിനൊരു കളർ നോക്കാണ് മാങ്ങ. നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ മേഖലയൊക്കെ പോകുമ്പോഴാണ് ഇത് കാണാറ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്ര വലിയ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ചന്തവും തിന്നാൻ നല്ല രുചിയുള്ള മാങ്ങ ആകുമ്പോൾ അതൊരു ഐശ്വര്യം തന്നെയല്ലേ. ഇതിൻ്റെയൊക്കെ തൈകൾ, വലിയ തൈകളും ചെറിയ തൈകളും എയർപോർട്ട് ഗാർഡനിൽ ലഭ്യമാണ്. നമ്മൾക്ക് എത്ര വെറൈറ്റി മാവുകൾ? ഏകദേശം 300ഓളം വെറൈറ്റി മാവുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് സെയിലിനായിട്ട്. മാത്രമല്ല നമ്മുടെ അടുത്ത് ഹെവി പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകളുണ്ട്, ജംബോ പ്ലാന്റുകൾ. അതിലും കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ നേരിട്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമുക്കിവിടെ ആദ്യമായിട്ട് കായ്ക്കാണ്. ഇത് ഓസ്റ്റിയൻ എന്നൊരു മാങ്ങയാണ്. ഓസ്റ്റിയൻ ഇത് നല്ല കളർ, നല്ല ഇതാവും, നല്ല മാങ്ങയാണ്. ഓസ്റ്റിയൻ അറിയപ്പെടുന്ന മാങ്ങയാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് എയർപോർട്ട് ഗാർഡനിൽ ആദ്യമായിട്ട് കായ്ച്ചാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിലൊക്കെ കായകളുണ്ട്. നന്നായിട്ട് കായ പിടിച്ച നല്ലൊരു ഇതാണ് ഓസ്റ്റിയൻ. ഇവിടെ ഒട്ടനവധി വിദേശ വെറൈറ്റികൾ നമുക്ക് പുതുതായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണിത്. ഇത് ഗുൽഫി എന്ന് പറയുന്ന മാങ്ങയാണ്. ഗുൽഫി എന്ന് പറഞ്ഞാൽ ഗുൽഫി ഐസ്ക്രീമിൻ്റെ അതേ ഫ്ലേവറാണ് ഈ മാങ്ങ കേട്ടോ. ഈ ഫ്ലേവർ ഇല്ല എന്ന് പറയുന്നവർക്കൊക്കെ പറ്റിയൊരു മാങ്ങയാണ്. ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്കറിയാം ഇപ്പോൾ അൽഫോൺസ ഫ്ലേവർ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന മാങ്ങയാണ്. അതുപോലെ ഗുൽഫി അറിയപ്പെടുന്ന മാങ്ങ. നന്നായിട്ട് കായ്ച്ചിരിക്കുന്നത് മിയാസാക്കി പോലെ നല്ല കളറാണ്. ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇത് മുകളിലൊക്കെ ഉണ്ട് മാങ്ങ ഉണ്ട്. ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. പക്ഷെ കൊല കുത്തി കായ്ക്കും. പക്ഷെ നമ്മളൊക്കെ ഒരു കൂടുതൽ ലോഡ് കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്ക് ഇതിൽ നിന്ന് കുറേ മാങ്ങകൾ നമ്മൾ പറിച്ചെടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഇതിലൊക്കെ നമ്മൾ കവറിട്ട് വെച്ചിരിക്കുന്നത് നല്ല മാങ്ങയാണ്. ഒരു വിദേശ വെറൈറ്റിയാണ് ഗുൽഫി. ഇത് വന്നിട്ട് നിറയെ കായ്ച്ചിരിക്കുന്നത് 3 ടേസ്റ്റ് മാംഗോ ആണ്. ഇത് ഡ്രമ്മിലുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് ഈ വർഷം ഒട്ടനവധി പ്ലാന്റുകൾ നമുക്ക് വിട്ട്. ഇത് നമ്മളെ ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ മാങ്ങയാണ്. ഇത് നമ്മൾ കവറിട്ട് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റോസ് മാങ്ങയാണ്. നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ച മാങ്ങയാണ്. ഇത് നമ്മൾ മിയാസാക്കിയാണ് കേട്ടോ. റെഡ് കളർ മിയാസാക്കിയാണ് കേട്ടോ. മിയാസാക്കി മാംഗോ. ഒക്കെ കളറ് ശരിയായിട്ട് വന്നിട്ടില്ല കളറ്. അതുകൊണ്ടാണ് അത് ഇരിക്കുന്നത്. ഒന്ന് ശരിക്കും വരാനുണ്ട്. സൂപ്പർ ക്യൂന്റെ കവറിലിട്ട മാങ്ങ ഏതാ? വലിയ സൂപ്പർ ക്യൂന്. കണ്ടില്ലേ, അടിപൊളി നല്ല മാങ്ങ നമ്മൾ കവറിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല സൈസ് പുഴു. ഇത് തൈയാണ്. ഇത് നമുക്ക് കൊടുക്കാനുള്ള മാങ്ങയോട് കൂടിയിട്ട് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ. എയർപോർട്ട് ഗാർഡനിൽ ലഭ്യമാണ്. ഇപ്പോൾ വന്നാൽ ഇത് ബ്രൂണൈക്കിങ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്, മാങ്ങയാണ്. കണ്ടില്ലേ, ഇത് നല്ല വലുപ്പമുള്ള മാങ്ങ. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇതിൻ്റെ പ്രത്യേക ഭംഗി ഏവരെയും ആകർഷിക്കുന്നത്. ഇതൊരു ഗ്രോ ബാഗിലാണ് കാഴ്ചിട്ടുണ്ടാ. ഒരു 4-5 മാങ്ങകളുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഞങ്ങൾ സെയിലിനായിട്ടുള്ള ഇതാണ്. ഈ മാങ്ങ ഏകദേശം 3 കിലോ ഭാരം വരും എന്നാണ് പറയുന്നത്. ബ്രൂണൈക്കിങ് മഹത്തിർ മാംഗോ എന്നൊക്കെ പറയപ്പെടും. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ? ഇത് ടേസ്റ്റ് ഒക്കെ നമ്മൾ പറയില്ല, തരക്കേടില്ലാത്ത മാങ്ങയാണ്. പിന്നെ വലിയ മാങ്ങ ആകുമ്പോഴും അതിൻ്റെ മധുരത്തിൻ്റെ അല്പം കുറവുണ്ടാവും അതിൻ്റെ ബ്രിക്സിൽ. എന്നാലും കാണാനുള്ള ഭംഗി ഉണ്ടല്ലോ, ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കളക്ഷനൊക്കെ ആയി വേണ്ടി വെക്കുന്നവർക്കൊക്കെ നല്ലൊരു ഇനാണ് ബ്രൂണൈക്കിങ്. മാവും കാണാൻ ഭംഗിയുണ്ട്, മാങ്ങയും കാണാൻ ഭംഗി. ആയിവാ, അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട്. ഇതാ നമ്മൾ ഡ്രമ്മിൽ കായ്ച്ചിരിക്കുന്ന മല്ലികയാണ് കേട്ടാ. മല്ലിക കായ്ക്കാനൊക്കെ വളരെ പ്രയാസമാണെന്നൊക്കെ പ്രാവശ്യം മല്ലിക നമുക്ക് പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിരുന്നു. ഇത് ഡ്രമ്മിൽ കായ്ച്ചൊരു മല്ലികയാണ് കേട്ടാ. കണ്ടില്ലേ, അടിപൊളി മാങ്ങ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാങ്ങയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമുക്കറിയപ്പെടുന്ന മാങ്ങയാണ് തോത്താപ്പുരി. കലക്ടർ എന്നൊക്കെയുള്ള പേരുണ്ട്. ഇത് തോത്താപ്പുരി, ബംഗ്ലൂര എന്നുള്ള പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇത് നമ്മളിവിടെയൊക്കെ നമുക്ക് പച്ചമാങ്ങ ആവശ്യങ്ങൾക്ക് നമുക്ക് ഭരണിയിലൊക്കെ ഉപ്പിലിട്ടിട്ട് കഴിക്കാനൊക്കെ നമ്മൾ കാണാമല്ലോ നാട്ടിൻപുറത്ത്. അതിന് ചെത്തി വെക്കുന്ന ഒരു മാങ്ങയാണ്. പച്ചയിലും നല്ല ടേസ്റ്റാണ്, പഴുത്താലും കുഴപ്പമില്ലാത്ത മാങ്ങയാണ്. നല്ല ഷേപ്പാണ്. നമ്മൾ വിദേശ മാങ്ങകളെ പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് നമ്മുടെ
ഇന്ത്യൻ മാങ്ങയിൽ നല്ലൊരു ഷേപ്പുള്ള മാങ്ങയാണ് തോത്താപ്പൂരി. ഈ തോത്താപ്പൂരിൻ്റെ പ്ലാന്റുകൾ ഒട്ടനവധി പ്ലാന്റുകൾ നമുക്ക് ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മാങ്ങയുണ്ട്, കണ്ടില്ല തോത്താപ്പൂരി. ഇതാണ് നാംഡോക്കുമായി മണ്ണ്, നമ്മളിവിടെ ഗോലക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് അവിടെ എല്ലാം നല്ല കായ പിടിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ കായ വരുമ്പോൾ അതിൻ്റെ കായൻ്റെ ഷേപ്പിൽ വലിപ്പത്തിൽ ഒക്കെ വ്യത്യാസം വരും. ഇത് പിന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്ക് നാംഡോക്കിനേക്കാളും നമ്മൾ കഴിക്കുന്ന നാംഡോക്ക് മാങ്ങിനേക്കാളും കൂടുതൽ പിന്നെ ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇത് വന്ന് കേസർ എന്ന് പറഞ്ഞ മാങ്ങയാണ്. കേസർ, ഇത് കേസർ 2-3 വിധത്തിലുണ്ട്. ഗീർ കേസറുണ്ട്, അതുപോലെ തന്നെ ജംബോ കേസറുണ്ട്. ഇത് ഗീർ കേസറിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. കാരണം ഇവിടെ ഒരു മൊനയുള്ള വെറൈറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കുനിപ്പുള്ള ഇത് കേസർ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല മാങ്ങകളിൽ എണ്ണപ്പെടുന്നത്. ഇന്ത്യയിലെ 10 മാങ്ങകളിൽ 2ാം സ്ഥാനം നിൽക്കുന്നതാണ് കേസർ. ഭൗമസൂചിക പദവി ലഭിച്ച ഗുജറാത്തിൻ്റെ മാങ്ങയാണ് കേസർ. ഗീർ വനാന്തരങ്ങളുടെ താഴ്വരകളിലൊക്കെ ഇത് യഥേഷ്ടം കൃഷി ചെയ്യുന്നുണ്ട്, കണ്ടില്ല. കേസർ അറിയപ്പെടുന്ന മാങ്ങയാണ്, എണ്ണപ്പെട്ട മാങ്ങയാണ്, കണ്ടില്ല. ഇതിൻ്റെ തന്നെ ഞാൻ മറ്റൊരു വെറൈറ്റി ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. അതിനൊരു കുനിപ്പുണ്ടായിരിക്കും. ഇത് കേസറാണ്. ഈ കേസറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുനിപ്പ്, ഈ ഒരു കുനിപ്പ് ഉണ്ടാവും. നമ്മൾ ആദ്യം അത് കാണില്ല, ഒരു കുനിപ്പ് കാണില്ല മുഖം ഒരു ഇത്. അപ്പം നമ്മൾ ആദ്യം കാണിച്ച കേസറിന് അതുണ്ടാവില്ല. അത് ഒരു കേസർ തന്നെ. രണ്ടും ടേസ്റ്റിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതാണ് റെഡ് പാൾമർ മാങ്ങ. നമ്മൾ മുമ്പ് ചെയ്തിരുന്നത്. നല്ല മാങ്ങയാണ്, നല്ല കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് പൂസ വെറൈറ്റിയിൽ ഒരു കുറേ വെറൈറ്റി മാങ്ങകളുണ്ട് പൂസ സീരീസിൽ വരുന്നത്. അതിൽപ്പെട്ടാണ് പൂസ അരുണിമ, പൂസ ലാലിമ, പൂസ ശ്രേഷ്ഠ, പൂസ പീതാംബർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വെറൈറ്റികളുണ്ട്. അതിൽപ്പെട്ടത് പൂസ അരുണിമയാണത്. പൂസ അരുണിമയിൽ ഇത് നമുക്കറിയാം അമ്രാപലിയും സെൻസേഷനുമാണ് അതിൽ വരുന്നത്. മാതൃശമായി വരുന്നത് അമ്രാപലിയും, പിതൃശമായി വരുന്നത് സെൻസേഷനുമാണ്. ഈ അമ്രാപലി ഓൾറെഡി മുമ്പ് 70കളിൽ ഒരു ക്രോസ് നടന്ന മാങ്ങയാണ്. ദശേരിയും പിന്നെ നീലനും തമ്മിലുള്ള ക്രോസിലാണ് നമുക്ക് അമ്രാപലി ഉണ്ടായിരുന്നത്. ആ അമ്രാപലിയെ വെച്ചുകൊണ്ട് തന്നെയാണ് 2000-ന് ശേഷം ഈ മാങ്ങ ICAR വികസിപ്പിച്ചത്. ഇതിൽ മാതൃശമായി വരുന്നത് അമ്രാപലിയും, പിതൃശമായി വരുന്നത് പിന്നെ സെൻസേഷൻ തന്നെ ഒരു ഫ്ലോറിഡ മാങ്ങയാണ്. നല്ല കളറുള്ള മാങ്ങയാണ്. ഈ 2 കളറും പാടെ ഈ ചേർന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ ലഭിച്ചത്. ഈ മാങ്ങയ്ക്ക് അതിയായ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങയാണിത്. കണ്ടില്ല, ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ലൊരു വൃത്തിയുള്ള കളർ. ഇതാണ് പൂസ അരുണിമ. ഇതേ ക്രോസിൽ തന്നെ മറ്റൊരു മാവ് വന്നിട്ടുണ്ട്. പൂസ അരുണിമയിൽ ഒട്ടനവധി വെറൈറ്റികൾ ഇതേ പേരിൽ ഉണ്ട്, കാരണം വ്യത്യസ്തമായ രീതിയിൽ. കാരണം പൂസ അരുണിമ, പൂസ ലാലിമ, പൂസ ശ്രേഷ്ഠ, പൂസ പ്രതിഭ, പൂസ പീതാംബർ, ഇതിലൊക്കെ വരുന്നത് പൂസ ലാലിമ ഒഴിച്ച് മറ്റ് 4 വെറൈറ്റിയിലും വരുന്നത് അമ്രാപലിയും സെൻസേഷനുമാണ്, പിന്നെ മാതൃശം പിതൃശമായി വരുന്നത്. അതുപോലെ ഇതിൻ്റെ മാതൃശമായി വരുന്നത് അമ്രാപലിയാണ്, പിതൃശമായി വരുന്നത് സെൻസേഷനാണ്. അതേസമയം പൂസ ലാലിമയിൽ ദശേരിയാണ് മാതൃശമായി വരുന്നത്, പിതൃശമായി പിന്നെ വരുന്നത് സെൻസേഷനാണ്. അപ്പോൾ ഈ വെറൈറ്റികൾക്കൊക്കെ തന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ICAR വികസിപ്പിച്ച 2000-ന് ശേഷമുള്ള കിടിലൻ വെറൈറ്റികളാണിത്. അപ്പോൾ നമുക്കിത് പറയാനുള്ളത്, ഈ പൂസ പ്രതിഭ എന്ന് പറയുന്നത് നമ്മളെ പ്രതിഭ പട്ടേലിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ മാങ്ങയാണ്. പൂസ പ്രതിഭ, പൂസ ശ്രേഷ്ഠ നമ്മളവിടെ കായ്ച്ചിരുന്നത്. അപ്പോൾ പൂസ വെറൈറ്റിയിൽ നമുക്ക് ഏറ്റവും നല്ല കളക്ഷനായിട്ട് ഏറ്റവും നല്ല കളറുമായിട്ടുള്ളതാണ് പൂസ പിന്നെ അരുണിമ. ഇതാണ് നമ്മളെ പൂസ അരുണിമ. പൂസ അരുണിമ മാങ്ങ നമുക്ക് നന്നായിട്ട് കേരളത്തിൽ കായ്ക്കുന്നതും ഇതിന് സാമാന്യം പുഴുക്കേടുമില്ല. ഇതിന് ഞാൻ പറഞ്ഞില്ല പൗഡർ കോട്ടിങ് ഉണ്ടെന്ന്. ഇതിലൊരു കോട്ടിങ് ഉണ്ട്, ഇതിന് പുഴുക്കേട് കുറവാണ്. തൊലി കട്ടിയുണ്ടാവും, തൊലി കട്ടിയുണ്ട്. നല്ല മാങ്ങയാണ്, നല്ലൊരു കളക്ഷനാണ്. നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ ഈ കളറുണ്ടല്ലോ, വല്ലാത്തൊരു കളറാണ്. നല്ല മാങ്ങയാണ്, നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പൂസ ശ്രേഷ്ഠ നമ്മളിവിടെ കാണിച്ചിരുന്നത്. ഇതാണ് പൂസ ശ്രേഷ്ഠ. പൂസ ശ്രേഷ്ഠ ഇനിയും വലുതാവാണ്ട് മാങ്ങ. ഇതും നല്ല കളറാണ്. ഇതിലും വരുന്നത് അമ്രാവലിയാണ് മാതൃശമായി വരുന്നത്, പിതൃശമായി വരുന്നത് സെൻസേഷനാണ്. ഇതിലൊക്കെ തന്നെ ഈ 4 മാങ്ങകളിലും മാതൃശമായി വരുന്നതും പിതൃശമായി വരുന്നതും അമ്രാവലിയും സെൻസേഷനുമാണ്. പക്ഷേ എന്നാൽ ഈ 4 വെറൈറ്റികളും വ്യത്യസ്തമായ വലിപ്പവും അതിൻ്റെ പിന്നെ രുചിയിലൊക്കെ സ്വല്പം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ കിടിലം മാങ്ങ നമുക്ക് പൂസ അരുണിമയാണ്. ഇതാണ് നമ്മൾ ഫിറങ്കി ലഡുവ. നമുക്ക് ഫിറങ്കി ലഡുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഹിമാപസന്ത്, ഇതൊക്കെ മാങ്ങ ഏകദേശം ഒരു കാറ്റഗറി പെട്ടതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫിറങ്കി ലഡു വെക്കുന്ന ആൾക്ക് പിന്നെ ഹിമാപസന്ത് വെക്കേണ്ട, ഹിമാപസന്ത് വെക്കുന്ന ആൾക്ക് ഫിറങ്കി ലഡു ഏതെങ്കിലും ഒരു മാവ് വെച്ചാൽ മതി. ടേസ്റ്റുകളിലൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ രുചി. പക്ഷേ അടിപൊളി മാങ്ങയാണ് രണ്ടും. നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മാങ്ങയാണ്. അത്യാവശ്യം കായ പിടിക്കും. നമ്മുടെ പിന്നെ കേരളത്തിലെ കാലാവസ്ഥക്കൊക്കെ സൂട്ടബിളാണ്. നല്ല മാങ്ങയാണ്. പച്ചയിൽ പുളി ഉണ്ടാവില്ല, പഴുത്താലും
ഒരു പിന്നെ നല്ല ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള മാങ്ങയാണ്. വെണ്ണ പോലെ ഉണ്ടായിരിക്കും ഉള്ളിൽ. നല്ല രസികം മാങ്ങയാണ്. എല്ലാവർക്കും അറിയാം ഹിമാപസന്തും അതുപോലെ ഫ്രങ്കി ലഡുവും. ഷേപ്പിലൊക്കെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇത് ജർദാലു എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ജർദാലു ഇത് നമ്മുടെ വലിയ വലിയ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു മാങ്ങയാണ് ജർദാലു. അടിപൊളി മാങ്ങയാണ്, സൂപ്പർ മാങ്ങയാണ് ജർദാലു. ഇത് പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് നമുക്കിവിടെ ആദ്യമായിട്ട് കാഴ്ചയാണ് ജർദാലു. പുതിയ വെറൈറ്റി ആണ് ഇത്. പുതിയ വെറൈറ്റിയാണ് ജർദാലു. നല്ല ടേസ്റ്റുള്ള മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നല്ലൊരു വൃത്തിയായിട്ട് കാഴ്ച നിൽക്കുന്നത്. ഈ ഒരു മരത്തിലാണ് ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ഇത് നമ്മൾ വെട്ടി കൊടുത്തോളൂ. ഈ മരമൊക്കെ വെട്ടി കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് ബുഷാക്കിയ പ്ലാന്റുകൾ. ഇതെല്ലാ പ്ലാന്റുകളും നമ്മൾ ട്രൈ ചെയ്ത് കണ്ട കട്ട് ചെയ്തിട്ട് എല്ലാം മുറിച്ച് നമ്മൾ ബുഷാക്കി നമ്മളിതൊക്കെ. ഇതുകൊണ്ട് അടുത്തിരിക്കുന്നൊരു മാങ്ങ ഉണ്ട്. ഇത് നമ്മൾ എടുക്കാൻ പോകാൻ പറ്റും. ഇതാണ് ബ്രൂണൈക്കിങ്. ബ്രൂണൈക്കിങ് കണ്ടില്ല, അതിന്റെ ഷേപ്പ് കണ്ടില്ല, നീളം വലിപ്പം കണ്ടില്ല. അടിപൊളി മാങ്ങയാണ് ബ്രൂണൈക്കിങ്. നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ കാഴ്ചിക്കുന്നത് കിങ്ങോക്ക് ചക്കപ്പത്താണ് കേട്ടോ. ഒട്ടനവധി പിന്നെ മാങ്ങകൾ നമ്മളെ കിങ്ങോക്ക് ചക്കപ്പത്ത് ഇതിൽ കാഴ്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിറയെ കാഴ്ചിട്ടുണ്ട്. അടിപൊളി പ്ലാന്റാണ്. ഇതിന്റെ കളർ കണ്ടില്ലേ, നല്ല ചുവന്ന കളറായിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, കിങ്ങോക്ക് ചക്കപ്പത്ത്. റെഡ് എംപയർ, BN7, തായ്വാൻ റെഡ്, ഇങ്ങനെയൊക്കെ പേരുണ്ട് ഇതിന്. പക്ഷെ നല്ല മാങ്ങയാണ്. ഇതാണ് നമ്മളെ മല്ലിക. മല്ലിക എന്ന് പറഞ്ഞാൽ മാങ്ങയിൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി മാങ്ങയാണ് മല്ലിക. കണ്ടില്ലേ, മല്ലിക ഇതൊരു ഹൈബ്രിഡാണ്. ഇത് ICR വികസിപ്പിച്ച ആദ്യ 70കളിലൊക്കെ വികസിപ്പിച്ച മാങ്ങയാണ്. 70-ന് ശേഷം വന്ന മാങ്ങയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അണ്ടി വളരെ കനം കുറവാണ്, നല്ല ഒരു ഫ്ലേവറാണ്, നല്ല മധുരമാണ്. ബ്രിക്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20ക്ക് മുകളിൽ അത്യാവശ്യം ബ്രിക്സ് വരുന്നതാണ്. 23, 24, 25 വരെയൊക്കെ മല്ലിക ബ്രിക്സ് വരും. ഏതായാലും നമുക്കിതൊക്കെ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇത് നമ്മുടെ ദശേരി, നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ദശേരി, കൊലയിൽ കായ്ക്കുന്നത് ദശേരിയും നീലനും തമ്മിലുള്ള ക്രോസാണ്. ഇതിൽ മാതൃശ്യമായി വരുന്നതാണ് നീലന്, പിതൃശ്യമായി വരുന്നതാണ് ദശേരി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസാണ് അമ്രാപലി. അമ്രാപലിയിൽ മാതൃശ്യമായി വരുന്നത് ദശേരിയും പിതൃശ്യമായി വരുന്നത് നീലനുമാണ്. അങ്ങനെ 2 ക്രോസുകളാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അതിൽ അടിപൊളി മാങ്ങയാണ് നമ്മുടെ ഈ മല്ലിക എന്നറിയപ്പെടുന്ന മാവ്. നമ്മുടെ മഹാച്ചാനുക്ക് ബനാന മാങ്ങ നല്ല വലിപ്പമാണ് ഇട്ടത്. ഇത് കണ്ട് നല്ല വലിപ്പമുള്ള ഒരു ടൈപ്പാണ്. ഇതിൽ തന്നെ ഇപ്പോൾ മാങ്ങ ആയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഫ്ലവർ വരുന്നുണ്ടല്ലോ മംഗോള ഭാഗത്ത്, ഇവിടെയൊക്കെ ഫ്ലവർ വരുന്നുണ്ടല്ലേ. അപ്പോൾ മാങ്ങ കഴിയുമ്പോൾ വീണ്ടും ഫ്ലവർ വരുന്നത്. അങ്ങനെ മഹാച്ചാനുക്കിൽ ഇങ്ങനെ അധികം കാണാറില്ല പിന്നെ ബനാന മാങ്ങയിലും ഒരേ സമയം ഫ്ലവറും മാങ്ങയും. ഇത് നല്ലൊരു ഇതിലിങ്ങനെ ഫ്ലവറും മാങ്ങയായിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റിൽ. ഇതാണ് കേസർ മാങ്ങ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലെ 10 മാങ്ങയിൽ 1ാം സ്ഥാനത്ത് എണ്ണപ്പെടുന്നതാണ് കേസർ. അടിപൊളി മാങ്ങയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ബഹുമതി പദവി ലഭിച്ച മാങ്ങയാണ്. ഗുജറാത്തിൽ ഗീർ വനാന്തരങ്ങൾ, താഴ്വരകളിൽ വലിയ കൃഷി, ഏക്കർ കണക്കിന് തോട്ടങ്ങളുണ്ട് പിന്നെ നമ്മുടെ കേസറിൻ്റെ. അപ്പോൾ കേസർ മാങ്ങ ഇന്ത്യയിൽ എണ്ണപ്പെടുന്ന അൽഫോൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു മാങ്ങയാണ് ഇന്ത്യയുടെ കേസർ. ഇത് നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ കാഴ്ചിക്കുന്ന ഒരു മാങ്ങയാണ്. മാങ്ങ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, പഴുത്തിട്ടുണ്ടോ? ഇത് ഏകദേശം പഴുത്തിട്ടുണ്ട്, ഫുള്ള് പഴുത്തിട്ടില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. നമുക്കിത് ഏതായാലും പറിക്കാം. ഇനി ഇതിൽ വെച്ചിട്ട് കാര്യമില്ല. ഇത് വെറൈറ്റി, ഇതിന്റെ പേരറിയില്ല. പക്ഷെ ഞാൻ കഴിച്ചിരുന്ന സൂപ്പർ മാങ്ങയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇത് കണ്ടില്ല, ഇതിലുണ്ട് കാഴ്ച നിൽക്കുന്നത്. ഇതിന്റെ കളർ തന്നെ നല്ലൊരു ഗോൾഡ് കളറാണ്. കണ്ടില്ലേ, അടിപൊളി. കവർ ഇടുന്നതിന് മുമ്പ് ഈ കളർ തന്നെയാണ്, അടിപൊളി കളറാണ്. ഇതിന്റെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ പറയും. ഇതിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു മാവാണ്, സൂപ്പർ വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ അൽഫോൺസ, പലരും പറയും അൽഫോൺസ ശരിക്കും കായ്ക്കുന്നില്ല. ഇവിടെ നമുക്ക് അൽഫോൺസ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് അൽഫോൺസ ഫ്ലവർ ചെയ്താണ്. കണ്ടില്ലേ, ഇത് എയർപോർട്ട് ഗാർഡനിൽ ഒരു 25 കവറിൽ ഫ്ലവർ ചെയ്തിട്ടുള്ള ഒട്ടനവധി അൽഫോൺസയുടെ പ്ലാന്റുകൾ ഇപ്പോൾ ലഭ്യമാണ് നമുക്ക്. അതുപോലെ തന്നെ ഇത് നമ്മളെ നാടൻ മാങ്ങായിട്ടുള്ള മൂവാണ്ടന്. അപ്പോൾ അൽഫോൺസ കായ്ച്ച മാവുണ്ട്, നമുക്കത് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് അൽഫോൺസ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. റമ്മോട് കൂടിയിട്ട് വിൽപ്പനക്കുള്ള മാങ്ങയാണ്. അടിപൊളി മാങ്ങയാണ്, എല്ലായിടത്തും നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ കായ പറിച്ചിട്ടാണ് ഇതിന് ശേഷമുള്ള മാങ്ങയാണ്. ഇത് പുഴുക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കവറിട്ട് സംരക്ഷിക്കുന്നത് കേട്ടോ. അൽഫോൺസ നല്ലൊരു വെറൈറ്റി അല്ലേ? നല്ല വെറൈറ്റി. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ സെയിലിന് വെച്ചതാണ്. കായോട് കൂടിയിട്ട് എയർപോർട്ട് ഗാർഡനിൽ കൊണ്ടുപോവാ. ആയിവാ, നമ്മൾ ആളുകളുടെ ഒരു ഇത് കണ്ടില്ലേ, ഇവിടെ വന്ന് ഈ മാങ്ങ നഖം കൊണ്ട് ചുരണ്ട അതിക്രമം കിളികളെക്കാളും കഷ്ടമാണ് നമ്മളെ ആളുകൾ. എന്നാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഇതാണ്. മാങ്ങയിലൊക്കെ അതുപോലെ കുട്ടികളെ കൊണ്ട് ഇതിലേക്ക് വരെ കുട്ടികൾ ഇതിൻ്റെ അടി കടിച്ചു വെക്കുക, ഇങ്ങനെയുള്ള കുറേ പരാക്രമങ്ങളാണ് ഇപ്പോൾ കുട്ടികളും ആളുകളും. കുട്ടികളെക്കാളും ശല്യം വലിയ ആളുകളാണ്. ഇതുപോലെ മാങ്ങ കടിക്കുക, മാങ്ങ ഇങ്ങനെ
ചൊരക്കുക. അപ്പോൾ അതൊന്ന് നമ്മൾ വീഡിയോ ചെയ്താണ്. ഇതും കൂടെ ഒന്ന് ആളുകൾ കാണട്ടെ. നല്ലൊരു മാങ്ങ നമ്മൾ ഇത് വിൽപ്പനക്കായി വെച്ച മാങ്ങയിലാണ് ഈ രീതിയിൽ ആളുകളുടെ അതിക്രമങ്ങൾ നടത്തുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ആർക്കും കിട്ടാത്ത അവസ്ഥയായത്. അതെ അതെ അതെ. ഇതൊരു ഒന്നൊന്നര ഐറ്റം കേട്ടാ. ചക്ക എന്ന് തന്നെ പറയണം. ചക്കാപ്പാത്ത് മാമ്പഴം ഇട്ടത്, കിങ് ഓഫ് ചക്കാപ്പാത്ത് മാമ്പഴം. ഇതൊരു ഒന്നൊന്നര ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആട്ടോ. ഇതിന്റെ ഒരു വലിപ്പം നോക്ക്. ഇത് കിങ് ഓഫ് ചക്കപ്പത്ത് BN7 റെഡ് എംപയർ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. നട്ടിപ്പള്ളി മാങ്ങയാണ്, കണ്ടില്ലേ? ഇതൊരു 1.5 കിലോ വെയിറ്റ് ഉണ്ടാവും ഈ മാങ്ങ. കണ്ടാ, ഇത് ചക്ക എന്ന് പറയുന്നത് ചക്കമാങ്ങ. ചക്കന്റെ സൈസ് ഉണ്ട്. എന്തൊരു ഭംഗിയാണെന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ കളറ്. അടിപൊളിയാ. അപ്പൊ നമ്മളിപ്പോ ഈ കിങ് ഓഫ് ചക്കാപ്പാത്ത് മാങ്ങ ഇതിൽ നിന്ന് ഇപ്പൊ പറിച്ചെടുത്താണ്. അപ്പൊ ഇത് നമുക്ക് ഒന്ന് പഴുത്തുണ്ടത്. ഇത് പഴുത്തിട്ടില്ല. ഇതിന് ഒരു 2-4 ദിവസം കഴിഞ്ഞാൽ പഴുക്കും. ഇതിന്റെ ചെറിയ തൈകളും വലിയ തൈകളും മീഡിയം സൈസ് തൈകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ നാടൻ മാങ്ങയുടെ കിങ്. നമ്മളെ ഇതുണ്ടല്ലേ, ചന്ദ്രകാരൻ. ഓ, ഇതിനൊരു ഫ്ലേവർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിഗംഭീരമായിരിക്കുന്ന ഫ്ലേവറാണ്. നല്ല സ്മെല്ലാണ്. നമ്മൾ ചപ്പി കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മാങ്ങയാണ്. കൊലകൊലായിട്ട് കായ്ക്കും, കൊലകുത്തി കായ്ക്കും. ഇതൊരു നാടൻ മാവാണ്. നമുക്ക് ചന്ദ്രകാരൻ, ഒരിക്കലും ചന്ദ്രകാരൻ കഴിച്ചാൽ ആ മാങ്ങയുടെ ആ ഫ്ലേവറും മധുരവും മറക്കില്ല. അത്രയും നല്ല വെറൈറ്റി, നമുക്ക് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ്. ഇതെല്ലാം കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് എയർപോർട്ട് ഗാർഡനിലുണ്ട്. നമ്മൾ എയർപോർട്ട് ഗാർഡൻ കുമ്മിളിപ്പറമ്പ് കൊണ്ടോട്ടി എന്ന സ്ഥലത്താണ്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കൊറിയർ ഇല്ല, ഒരു ഡെലിവറി ഇല്ല. ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ നല്ല പ്രൈസിന് സാധനം കൊടുക്കും.